രാജ്യം സജ്ജീയം. ഇന്ത്യയിൽ 256 ജില്ലകളിൽ മോക്ക് ട്രയൽ, കേരളത്തിലും 2 ജില്ലകളിൽ മോക്ക് ട്രയൽ. അപ്പോൾ എന്താണ് മോക്ക് ട്രയൽ, എന്തുകൊണ്ടാണ് ഈ മോക്ക് ട്രയൽ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ രാജ്യം 1971 ശേഷമാണ് ആദ്യത്തെ മോക്ക് ട്രയൽ ഇവിടെ നടത്താൻ പോകുന്നത്. ഒരു മിലിറ്ററി ഓപ്പറേഷന് മുമ്പായിരിക്കോ രാജ്യത്തിൽ ഒരു യുദ്ധ അന്തരീക്ഷം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു മോക്ക് ട്രയൽ സംഘടിപ്പിക്കാറുള്ളത്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നവരെ ഇരുട്ടിലാക്കുകയോ ഇൻ്റർനെറ്റ് സർവീസ് കട്ട് ചെയ്യുന്നതിന് തടയാനുള്ള പരിശീലനം. 4 മണിക്ക് ഇന്ത്യയിൽ 256 ജില്ലകളിൽ എയർ റെയ്ഡിൻ്റെ സൈറൺ മുഴങ്ങും. നമ്മൾ കേരളത്തിൽ 14 ജില്ലകളിൽ, അതിൽ പ്രധാനപ്പെട്ട എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ഈ മോക്ക് ട്രയലിൻ്റെ എല്ലാ പരിശീലനം നടത്തുകയും തന്നെ. എന്താണ് മോക്ക് ട്രയൽ? വ്യോമ ആക്രമണം നടക്കുമ്പോൾ അതിൻ്റെ മുന്നറിയിപ്പുമായി എയർ റെയ്ഡ് സൈറൺ മുഴങ്ങുന്ന ഒരു പരിശീലനം. അതാണ് ഈ മോക്ക് ട്രയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ പരീക്ഷണം ചെയ്യുന്നവർ ഈ പുറത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമുക്കതിനെ ബോധവൽക്കരിക്കുക, നമുക്കതിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്ക് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു മോക്ക് ട്രയൽ വഴി ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രധാനമായ ഒന്നാണ് ബ്ലാക്ക് ഔട്ട്. തന്ത്രപ്രധാനമായ കെട്ടിടങ്ങൾ ശത്രുവിൻ്റെ കണ്ണിൽ കാണാതിരിക്കാനുള്ള ഒരു അഭ്യാസം. അങ്ങനെ ഒരു യുദ്ധ സാഹചര്യത്തിൽ വേണ്ടതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ പ്രാപ്തിയാക്കി എടുക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു മോക്ക് ട്രയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ പരിശീലനം, ആണവ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, വിഴിഞ്ഞം പോലുള്ള ഹാർബർ, എയർപോർട്ട്, വ്യോമസേന സ്ഥലങ്ങൾ, ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി പരിശീലനം നൽകും. ഇതിനൊപ്പം ഇന്ത്യ 256 കോടി രൂപയുടെ മിസൈലാണ് റഷ്യയിൽ നിന്ന് മേടിച്ചത്. ശത്രുവിൻ്റെ പോർ വിമാനങ്ങളെ അടിച്ചിടാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഒരു മിസൈൽ ശേഖരണം ഇന്ത്യ നടത്തിയത്. അപ്പം ഇതൊക്കെ കാണുമ്പം നമുക്ക് മനസ്സിലാവും ഇനി ഒരു വലിയൊരു യുദ്ധം തന്നെയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇനി എന്തുകൊണ്ടാണ് കേരളത്തിലെ 2 സ്ഥലങ്ങൾ മാറി നിൽക്കുന്നത്, എറണാകുളം, തിരുവനന്തപുരം? ഈ 2 സ്ഥലത്ത് മോക്ക് ട്രയൽ ചെയ്യാൻ വേണ്ടി പരിശീലനം എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഒരു മാസമായി നമ്മൾ പകൽ ക്യാമ്പിൽ 26 പേരെ കൊന്നതിൻ്റെ ആ ഒരു റിപ്പോർട്ട് നമ്മൾ അറിഞ്ഞിട്ടും അവർക്ക് വേണ്ടി വിലാപം ചെയ്തിട്ട്. അപ്പോൾ എല്ലാ പോസ്റ്റിലും കണ്ടുവരുന്നത് വെച്ചാൽ അങ്ങ് യുദ്ധം ചെയ്തേക്ക്, യുദ്ധം അടിച്ചിട്ടേക്ക് എന്ന്. പക്ഷേ ഒരു യുദ്ധവും കൊണ്ട് ഒരു രാജ്യത്തിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഇന്ത്യയിലായാലും പാകിസ്ഥാനായാലും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ടെൻഷൻ ഉണ്ടാവും. അതായത് നമ്മൾ കേരളത്തിൽ 2 സ്ഥലങ്ങളിലാണ് ഈ ഒരു മോക്ക് ട്രയൽ ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ എറണാകുളം, തിരുവനന്തപുരം. എന്തുകൊണ്ടെന്നാൽ ഹാർബർ, നമ്മളെ കൊച്ചി ഹാർബറും നമ്മളെ ഇൻ്റർനാഷണൽ വിഴിഞ്ഞം സീ പോർട്ട്. അപ്പം ഈ കേന്ദ്രം ഏറ്റവും കൂടുതൽ ഇപ്പം ഫണ്ട് ഇറക്കുന്ന 2 ഇതാണ് നമ്മളെ ആയുധത്തിനും നമ്മളെ നേവി, അടുത്ത് നമ്മളെ സീ പോർട്ടിന് വേണ്ടി. അപ്പം ഈ ശത്രു രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് നമ്മളെ വിഴിഞ്ഞം സീ ഫോർട്ട്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വികസനം വേണ്ടി. അതുമാത്രമല്ല, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു അയൽ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പം വരികയാണ് നമ്മളെ കടൽ മാർഗം. അതായത് 2500 മൈൽ അകലെ നമുക്കൊരു കപ്പൽ ചാല് അല്ലെങ്കിൽ കപ്പൽ കനാലുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് ഏതൊരു രാജ്യത്തിൻ്റെയും കപ്പലുകൾ വരേണ്ട ഒരു അതിർത്തിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ ഒരു വിഴിഞ്ഞം ഹാർബറും നമ്മളെ കൊച്ചി ഹാർബറും വളരെയധികം അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള സ്ഥലങ്ങൾ സേഫാക്കും. അവിടെ ആൾക്കാരെ ഈ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഏത് വരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പം വായു വഴിയായാലും കടൽ വഴിയായാലും കര വഴിയായാലും. അപ്പം ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആൾക്കാർ അതിൽ നിന്ന് ബോധവൽക്കരിക്കുക, അവർ പാനിക്കാതെ അവർക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള മാർഗം ഈ ഒരു മോക്ക് ട്രയൽ വരെ എല്ലാവരും മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് ഒരു ഉദ്ദേശം. എല്ലാവർക്കും മോക്ക് ട്രയൽ അപ്പോൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരും ഇനി കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ആലോചിച്ചിങ്ങനെ പാനിക്കുകയോ ഒന്നും ചെയ്യേണ്ടത്. ഇത് നമുക്ക് വേണ്ടി ചെയ്യേണ്ട നമ്മളൊരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എന്ന് മാത്രമാണ് ഈ ഒരു മോക്ക് ട്രയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു വാർത്ത പറയുമ്പോഴും ഈ ഒരു ന്യൂസ് പറയുമ്പോഴും എൻ്റെ സ്ഥലം ഈ പറഞ്ഞ വിഴിഞ്ഞ ഹാർബറിൻ്റെ അടുത്താണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്താണ് എൻ്റെ ഒരു സ്ഥലം. അപ്പോൾ ആദ്യമായിട്ട് ഈ ന്യൂസ് കേട്ടപ്പോൾ ഞാനും നമ്മുടെ ഫാമിലിയും ബാക്കിയുള്ള ഫ്രണ്ട്സും വളരെയധികം ആശങ്കപ്പെട്ടു. പക്ഷേ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞപ്പോൾ നമ്മളെ പ്രധാനമന്ത്രി ഇവിടുത്തെ ബാക്കിയെല്ലാം നമ്മളെ
കരസേനയും നാവികസേനയും ബാക്കി എല്ലാവരെയും വളരെയധികം നമുക്ക് വിശ്വാസം മാത്രമല്ല, സ്വന്തം നാടിന് വേണ്ടി, സ്വന്തം രാജ്യത്തെ കാക്കാനും വേണ്ടിയും അങ്ങേയറ്റം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മളെ രാജ്യത്തുള്ളത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയുമ്പോൾ, ഒരു യുദ്ധം കൊണ്ട് ഒരു രാജ്യത്തിനും ഒന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനായാലും രണ്ട് രാജ്യത്തിനും യുദ്ധങ്ങൾ വഴി അതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. എന്നാൽ പോലും നമ്മൾ ഇന്ത്യ എന്ന രാജ്യം യുദ്ധത്തിന് വേണ്ടി വളരെയധികം പ്രോത്സാഹനം ചെയ്യുന്ന രാജ്യമില്ല. 1971 പാകിസ്ഥാൻ ഇന്ത്യയെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തതിനു ശേഷമാണ് ഇന്ത്യ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത്. അതേപോലെ 1-2 യുദ്ധങ്ങളിലും പാകിസ്ഥാനാണ് ആദ്യം ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഇന്ത്യ അങ്ങനത്തെ ഒരു യുദ്ധം ചെയ്യുന്ന അങ്ങനെ വലിയൊരു ഇതായിട്ട് കാണുന്ന ഒരു രാജ്യമില്ല. പല രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെ മധ്യസ്ഥ വിളിക്കാൻ വേണ്ടി നമ്മളെ ഇന്ത്യയാണ് അവർ മധ്യസ്ഥ വിളിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പം വളരെയധികം എല്ലാ രാജ്യങ്ങളിലും വളരെയധികം നയപരമായിട്ടും ബാക്കിയുള്ള സാമ്പത്തിക ആശയങ്ങൾ വരും വളരെയധികം ഐക്യം പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മളെ ഇന്ത്യ. അപ്പം ഇങ്ങനെ ഒരു ഇടിച്ചടി എന്ത് കൊടുക്കുമെന്ന് വെച്ചാൽ, വളരെയധികം വർഷങ്ങൾക്ക് പാകിസ്ഥാൻ നമുക്ക് ഇന്ത്യയോട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. അവർ വർഷങ്ങളായിട്ട് നമ്മൾ ഓരോരോ ആൾക്കാരെ വിട്ട് ഇവിടെ ഇന്ത്യയിൽ ഓരോരോ വളരെയധികം മതത്തിൻ്റെ പേരിൽ വളരെയധികം വർഗീയത ഉണ്ടാക്കുകയെല്ലാം ചെയ്യുന്നു. പക്ഷേ ഇന്ത്യയിൽ നമ്മളെല്ലാം അങ്ങനത്തെ ഒരു വർഗീയത ഇല്ല. അതിപ്പം എല്ലാവരും നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഇവിടെ ഒരു സിസ്റ്റമുണ്ട്. അല്ലാതെ ഒരു മതത്തിൻ്റെ പേരിൽ ഇവിടെ ആരെയും താഴ്ത്തി കാണുന്നില്ല. പക്ഷേ ഈ 26 പേരെ കൊന്നെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ ഇങ്ങനെ ഒരു ഇതില്ല. അതും ഒരു മതം ചോദിച്ച് ഒരു കൊല്ലുന്ന ഒരു കൾച്ചർ എന്ന് വെച്ചാൽ അത് ഇനി നമുക്ക് പുറക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം മുന്നോടിയായിട്ട് ഇന്ത്യ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഉടനെ തന്നെ ഒരു വാറുണ്ടായേണ്ട ഒരു മുൻകരുതലാണ് ഈ ഒരു മോക്ക് ട്രയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരും ഇതാലോചിച്ച് ഇപ്പോൾ പഴയൊന്നും പഠിക്കുന്നു വേണ്ട. അത് മാത്രമല്ല, നമ്മൾ ലാലേട്ടൻ പറയും പോലെ നമ്മളെ കയറിയ മാന്തിയ നമ്മളങ്ങ് കയറി പടമാകും. അപ്പോൾ എന്തായാലും ഒരു യുദ്ധം ഉണ്ടാകാതെ തന്നെ ഇരിക്കുക. എല്ലാവരും വളരെയധികം ഹാപ്പിയോടും വളരെയധികം സന്തോഷം തന്നെ ഇരിക്കുക. പിന്നെ ഒരു കാര്യം എടുത്ത് പറഞ്ഞാൽ പറ്റൂ, നമ്മൾ ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകും? ഇല്ല, ഒന്നും കൊണ്ടുപോകില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു മതത്തിന് പേരിൽ ഇത്ര വർഷം കൊണ്ട് ഈ ഒരു ഇതുണ്ടാക്കുന്നത്? അവർക്കത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഒരു മതം അല്ലെങ്കിൽ മതം കയറി വലിയൊരു തീവ്രവാദത്തിലായി പോകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവരത് മനസ്സിലാക്കിയൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു അറ്റാക്കിങ് വരും. എന്തുകൊണ്ടും ഇന്ത്യ എന്തായാലും അറ്റാക്ക് ചെയ്യില്ല. ഉള്ള ആശയങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും വളരെയധികം ഹാപ്പിയായിട്ടും വളരെയധികം സന്തോഷിച്ചിട്ടും എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് എല്ലാവരും ജീവിക്കുക. അപ്പോൾ യുദ്ധം ഉണ്ടാകാതെ തന്നെ ഇരിക്കട്ടെ.